എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുവാണ്. എൻ്റെ പേര് ഷാരി എന്നാണ്. ഞാൻ ടൂർ കണ്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു യാത്രയും അങ്ങനെ കൊണ്ടുപോകുന്നതാണ്. എന്നെ കൂടാതെ മറ്റ് 10 പേരുണ്ട് ഈ യാത്രയിൽ പങ്കെടുക്കാനായിട്ട്. ഓൾറെഡി എറണാകുളത്ത് നിന്ന് ജിയോയും അനുവും ട്രെയിൻ കയറി. ഒരു മാസം മുമ്പ് ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്തതായിരുന്നു. ഇവിടുന്ന് 4 പേരാണ്, അതായത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടുന്ന് 4 പേരുണ്ട്. പിന്നെ എറണാകുളത്ത് നിന്ന് അല്ല, ഷൊർണൂരിൽ നിന്നാണ് 4 പേര് കയറുന്നത്. പിന്നെ ഒരാൾ തലശ്ശേരിയിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. നാളെ രാവിലെ വെളുപ്പിന് അവിടെ എത്തും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതൊന്നും ഇല്ലാണ്ട് എല്ലാവർക്കും ഇന്ന് ദിവസം എന്താ പറയുക, കാത്തിരുന്നത് പോലെ ആ ഒരു ദിവസം വന്നെത്തിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം കേട്ടോ. ഞങ്ങളിപ്പോൾ യാത്ര പുറത്തൊക്കെ ഞങ്ങൾ ഷൊർണൂർ ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് നേരമായിട്ട് ട്രെയിൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ടീംസ് ഒക്കെ കേട്ടോ. എല്ലാവരും കാണിക്കണം. നമ്മുടെ കൂടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ശാന്തി ചേച്ചി. മുഖം മാറ്റൂ. നമസ്കാരം. അനീഷ. അനുമോൾ. മാഷ് പറഞ്ഞാൽ എത്ര നല്ല ജോലിയല്ലേ, അത് കിട്ടാൻ ഭാഗ്യം വേണ്ടേ. എവിടെ പഠിക്കണത്? കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്തിനും പഠിപ്പിക്കുന്നത് ചെമ്പരക്കാട് സ്കൂളിൽ. ടൈംപാസർ നമുക്ക് എന്തെങ്കിലും വേണ്ടേ? അതിന് വേണ്ടിട്ട് പാലക്കാട് നിന്ന് വരുത്തിയിട്ടുള്ള ഉണ്ണിയപ്പാണ്. ഭയങ്കര ബിസി ആട്ടോ. അങ്ങനെ രക്ഷയില്ല. കാണിച്ചോളൂ. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഗോവ എത്തി. ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഒരു വെളുപ്പിനൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അവിടുന്ന് വിഷ്വലൊന്നും നമ്മൾ എടുത്തില്ല. ഇപ്പോൾ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ട്രാവലറിലാണ് നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുന്നത്. ശരിക്കും ഈ വെളുപ്പിന് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഗോവ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഗോവയിലെത്തി. രാവിലെ നേരത്തെ വന്നു, ചെക്ക് ഇൻ ചെയ്തു, ഫ്രഷപ്പായി. ഇപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഡൈൻ ആൻഡ് ഡിവൈൻ എന്ന് പറയുന്ന ഒരു കേരള റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ സൈറ്റ് സീയിങ്ങിന് പോകും. അപ്പോൾ എല്ലാ കാഴ്ചകളും കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നമ്മളിനി കഴിക്കാൻ പോകാം.
താടികളും നല്ല ഹൈറ്റിലുമാണ് കേട്ടോ ഇത് നല്ലൊരു കാഴ്ച. സത്യത്തിൽ ഗോവ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു പ്രതീക്ഷ പോലെ അല്ല, ശരിക്കും ഒരു കേരളം പോലെ ഒരു ഫീൽ തന്നെയാണ്. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ കുറച്ച് വിഷ്വൽസൊക്കെ കണ്ടില്ലേ, അങ്ങനെ വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. പക്ഷേ ഇത് നല്ല രസമുണ്ട്. ഇത് ഇത്രയും ഹൈറ്റിലാകുമ്പോൾ കയറാൻ തന്നെ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ, എന്താ പറയുക, ചുറ്റും ഒരുപാട് സാധനങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി എന്താണ് അതിൻ്റെ മുകളിൽ എന്നുള്ളത് നമുക്ക് പോയിട്ട് നോക്കാം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശാന്ത ചേച്ചിയെ എനിക്ക് ഈ ട്രിപ്പിൽ കിട്ടുന്നത്, ഞാൻ ഫേസ്ബുക്കിൽ ഗോവയുടെ ട്രിപ്പ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഫേസ്ബുക്കിലൊരു ഫ്രണ്ടാണ് എൻ്റെ അമ്മയെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു സന്തോഷമായിട്ട് കൊണ്ടുപോകാലോ എന്ന് പറഞ്ഞു. വയസ്സ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടി. 65 വയസ്സെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മോ എന്ന് ഞാൻ അറിയാതെ മനസ്സിൽ പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ചു ആ പ്രായത്തിലുള്ള ഒരാൾക്ക് ഗോവയിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് കാണിക്കണം എന്നുണ്ടെങ്കിൽ അത്ര ആക്റ്റീവായിട്ടുള്ള ഒരാളായിരിക്കും. ഞാൻ പറഞ്ഞു സന്തോഷത്തോടെ തന്നെ കൊണ്ടുപോകാലോ എന്നുള്ളൊരു കാര്യം. അങ്ങനെ ചേച്ചി നമ്മുടെ കൂടെ വന്നു. ഇപ്പം ഈ യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ വളരെ ആക്റ്റീവായിട്ട് തന്നെയാണ് ചേച്ചി നിൽക്കുന്നത്. ചേച്ചി ഏറ്റവും പുറകിലാണ് എന്ന് വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾ നടക്കാനായിട്ട് ചേച്ചിയുടെ പുറകിലും ഞാനും ഉണ്ട് ക്യാമറയായിട്ട്. അപ്പോൾ ചേച്ചി ഒപ്പം തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. ഇത് ഈ യാത്രയുടെ ഒരു വലിയൊരു സന്തോഷവും അഭിമാനവും ഒക്കെ ആയിട്ട് ഞാൻ കാണുകയാണ്. Cigarette smoke, still clouds, this fleeting high down, drowning in sleep and pride and silent back. When I when you traverse my mind. ടയർഡായോ? ഇതൊക്കെ രസമല്ലേ? അപ്പം നമ്മളെന്തായാലും എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ ചപ്പോറ ഫോർട്ടിലാണ് അല്ലേ? എന്തായാലും സൈഡിലുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ട് അല്ലേ? പിന്നെ പ്രത്യേകിച്ച് ഹാൻഡിക്രാഫ്റ്റുള്ള ഐറ്റംസ് നല്ലൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ നമ്മളോട് എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കുന്നത് നല്ല വെയിലും അല്ലേ? ടെമ്പറേച്ചർ നല്ല ഇപ്പൊ എത്ര ടെമ്പറേച്ചർ? 35 അത്രേ ഉള്ളൂ, തുച്ഛം. നിറയെ ഷോപ്പ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. What I've seen is enough and I'm scared to do too much. Laugh at my problems even when I should look up to what's behind and see what will come. But no, I bite my tongue hoping nobody will hear. Cigarette smoke still clouds this fleeting high down, drowning in sleep and pride and silent flight. I like when you traverse my mind. വെയിലിന് നല്ല ചൂടുണ്ട്.
നമ്മൾ ഇവിടെ ശരിക്കും വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് ബീച്ച് കാണാൻ പറ്റും, അതാണ് ഒരു ഹൈലൈറ്റ്. പിന്നെ ഇതിൻ്റെ അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ട് കാണാനെന്ന് പറയാനായിട്ടൊന്നുമില്ല, ഇത് തന്നെയാണ്, ഇവിടെ നിന്ന് നമുക്ക് താഴെ ബീച്ച് കാണാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. പിന്നെ ക്യാമറ ഇതിനകത്ത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ട്രിപ്പ് കൊണ്ടുപോകുമ്പോഴൊക്കെ ക്യാമറാമാൻ കൂടെ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇത്തവണ ഇതൊരു 2-3 ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ക്യാമറ ഒക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ തന്നെ ഇപ്പം ഇത് എടുക്കുന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് വാഗത്തോർ ബീച്ചിലേക്കാണ് കേട്ടോ. What I've seen is enough, and I'm scared to do too much. Laugh at my problems, even when I should look up to what's behind and see what will come. But no, I bite my tongue, hoping nobody will hear. Cigarette smoke still clouds this fleeting high that we're drowning in. Sleep and pride and terrify. I like when you reverse my mind. എന്തേ അമ്മ പറഞ്ഞിട്ടില്ലേ? നിങ്ങളൊക്കെ ആരാ? എവിടെ ഉള്ളവരാ? ഡോറയുടെ പ്രയാണം ടീംസ് ആണോ? കണ്ടിട്ട് മനസ്സിലാവണില്ലല്ലോ. രാവിലെ ആണല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ വാഗത്തോർ ബീച്ചിലെത്തിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ നല്ല വെയിലാണ്, എന്നാൽ ഇവിടെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ട് ആളുകൾക്ക് എല്ലാം ഉണ്ട്, കുറേ ആക്ടിവിറ്റീസുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ബീച്ച് തന്നെയാണ് കേട്ടോ. Cigarette smoke still clouds this fleeting high that we're drowning in. Sleep and pride and terrify. I like when you reverse my mind. ഇപ്പം എൻ്റെ ക്യാമറയുടെ ചാർജ് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇനി ഞാൻ ഒരുപാട് വിഷ്വൽസൊക്കെ എടുക്കണം എന്ന് ആഗ്രഹിച്ചാലും നടക്കൂല. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് നേരം ഇപ്പം അത്യാവശ്യം നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഇവിടുത്തെ ഫോട്ടോ പരിപാടികളും കുറച്ച് നേരമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ റിസോർട്ടിലേക്ക് പോകും. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഒരു 4 മണിയോട് കൂടിയിട്ടൊക്കെയാണ് നമ്മൾ പിന്നെയും സൈറ്റ് സീയിങ്ങിന് ഇറങ്ങുള്ളൂ. കാര്യം ഈ ഒരു സമയത്ത് ഇപ്പം തന്നെ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റാത്ത ഇതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ 2 ദിവസത്തെ ട്രിപ്പിനകത്ത് മാക്സിമം സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ചൂടൊന്നും വകവയ്ക്കാണ്ട് ഇങ്ങനെ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നത്. പക്ഷേ ഇപ്പം നമ്മളിവിടുന്ന് ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. പുതിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ എവിടെയും പോകരുത്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയ ഗോവയുടെ കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ. To what's behind and see what will come.